കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കാലുകൾ ഇടറാതെ നമ്മെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നൊക്കെ വിടുവിച്ച് ഇത്രത്തോളം നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ കാവൽ, ഇവയെല്ലാം ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 48 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒത്തിരി സന്തോഷകരമായ ഒരു വചനമാണിത്. നമ്മളെ ജീവപര്യന്തം വഴി നടത്തുന്ന നമ്മുടെ ദൈവം. ഇവിടെ ഈ വചനം നാം ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഉറച്ച ഒരു ഏറ്റുപറച്ചിലാണ്. അവസാനത്തോളം ഈ ദൈവം നടത്തും എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന് ഒരു ആരംഭവും അവസാനവുമുണ്ട്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ആദ്യങ്ങൾ തന്നെ എല്ലാം കാണുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യവും അന്തവും അറിയുന്നവനായ ദൈവം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ഈ ദൈവം നമ്മെ വഴി നടത്തും. വഴി അറിയാതെ വിഷമിക്കുമ്പോൾ, ജീവിതം ഒരു നൽക്കവലയിൽ നിന്നുകൊണ്ട് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നറിയാതെ നാം ഭാരപ്പെടുമ്പോൾ, നമ്മളോട് സ്വർഗം പറയും, ഇതാണ് വഴി. നേരായിട്ടുള്ള വഴിയെ നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ദൈവം. ദൈവമെല്ലാം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വഴി അറിയാതെ നാം വിഷമിക്കുമ്പോൾ, എന്ത് തിരഞ്ഞെടുക്കണം, എതിലെ പോകണം എന്ന് നാം അറിയാതെ ഭാരപ്പെടുമ്പോൾ, നമുക്ക് വഴി തുറന്നു തന്ന് നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവ് ജീവപര്യന്തം നമ്മളെ വഴി നടത്തും. ആ നടത്തിപ്പിനകത്ത് നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട്, അന്നന്നിന്റെ ഭാരങ്ങളെ അറിഞ്ഞുകൊണ്ട്, ഇതിനെല്ലാം വഹിച്ചുകൊണ്ടാണ് കർത്താവ് നമ്മെ വഴി നടത്തുന്നത്. അവൻ നമ്മളെ ചുമന്നുകൊണ്ടാണ്, ദൈവം നമ്മളെ ചുമന്നത് കൊണ്ടാണ്. അഥവാ നല്ല ഇടയൻ ആടിനെ തോളിൽ വഹിച്ചുകൊണ്ട് നടത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളും അറിഞ്ഞ് 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 നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവ്. അത് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഭാരപ്പെടുന്നത്? എങ്ങനെ മുൻപോട്ട് നീങ്ങും, എങ്ങനെ കാര്യങ്ങൾ നടക്കും, എങ്ങനെ ഞാൻ ആയിരിക്കുമെന്നൊക്കെ ഭാരപ്പെടുമ്പോൾ, നമ്മളെ കരങ്ങളിൽ വഹിച്ച് ചുമന്ന് നാം നടക്കേണ്ട ദുർഘട മേഖലകളിൽ തന്റെ ദൂതനോട് കൽപ്പിച്ച് നമ്മളെ കൈകളിൽ വഹിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. അതെ, പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ, കനാനിലേക്കുള്ളവരുടെ യാത്രയിൽ ചെങ്കടൽ അവർക്ക് തടസ്സകരമായി വന്നു. മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കടലിന് മുമ്പാകെ അവർ ആയിരിക്കുമ്പോൾ, ചെങ്കടലിലൂടെ പുത്തൻ വഴികളെ തുടർന്ന് ചെങ്കടലിനെ പിളർന്ന് ദൈവം തന്റെ ജനത്തെ അക്കരെ കടത്തിയെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രകളിൽ എങ്ങനെ മുൻപോട്ട് നീങ്ങുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം ദുർഘടങ്ങളെ മാറ്റി, ദുർഘട പർവ്വതങ്ങളെ മുറിച്ചുകൊണ്ട്, പ്രശ്നങ്ങളെ, ഭാരമാകുന്ന മേഖലകളെ, പർവ്വതസമമാകുന്ന പ്രശ്നങ്ങളെ ഭേദിച്ചുകൊണ്ട് നമ്മളെ അക്കരെ കടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ജനം കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒഴിയുന്ന യോർദാനെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ യോശുവ ജനത്തോട് പറയുന്നുണ്ട്, ഈ വഴിയെ നാം ഇതിനു മുമ്പ് പോയിട്ടില്ല. പക്ഷെങ്കിൽ നാം അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴി കാണിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ
യോർദാനിൽ ഉറച്ചു നിന്നപ്പോൾ യോർദാന്റെ മേലൊഴുക്ക് നിന്നിട്ട് ഉണങ്ങിയ നിലത്തൂടെ തൻ്റെ ജനത്തെ ദൈവം അക്കരെ കടത്തി. അത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ, നിങ്ങളുടെ നന്മകളോട്, നിങ്ങളുടെ ആരോഗ്യത്തോട്, നിങ്ങളുടെ തലമുറകളോടൊക്കെ മുമ്പോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ശക്തികളുടെ നടുവിൽ, അതിന് നടുവിലൂടെ പാതയൊരുക്കി സന്തോഷത്തിന്റെ മേഖലകളിലേക്ക്, സമാധാനത്തിന്റെ മേഖലകളിലേക്ക്, അനുഗ്രഹത്തിന്റെ മേഖലകളിലേക്ക്, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറിയുടെ മേഖലകളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരു ദിവസമല്ല അവസാനത്തോളം നമ്മളെ നടത്തുവാൻ കഴിവുള്ള ദൈവം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ദിവസം വരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമുണ്ട് നിശ്ചയമായിട്ടും. ആ ദിവസം വരെ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ എത്രത്തോളം ആയുസ്സോടെ വെച്ചിരിക്കുന്നു, അതുവരെ നമ്മളെ പോറ്റുവാൻ, നമ്മളെ പുലർത്തുവാൻ, നമ്മളെ നടത്തുവാൻ, നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അതെ, 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് പോലെ, കൂരിലിന്റെ താഴ്വിൽ കൂടി ഞാൻ കടക്കേണ്ടി വന്നാലും നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ ഇരുട്ടിന്റെ യാത്രയിൽ, അപകടത്തിന്റെ യാത്രയിൽ, പ്രതിസന്ധികളുടെ യാത്രയിൽ, ഭയത്തിന്റെ യാത്രയിൽ വെളിച്ചമായി എനിക്ക് എൻ്റെ കാലുകൾ ഇടറാതെ ഈ താഴ്വരകളെ അതിജീവിക്കുവാൻ, എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ കർത്താവ് ശക്തനാണ്. അവൻ നമ്മളെ അവസാനത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ ദൈവം ഇന്നും എന്നേക്കും, അതെ, കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ. അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമാണ്. ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതമേ, ചിന്താകുലപ്പെട്ടിരിക്കുന്ന ജീവിതമേ, എങ്ങനെ ഞാൻ മുൻപോട്ട് നീങ്ങുമെന്ന് വിചാരപ്പെടുന്ന ജീവിതമേ, നീ ഭയപ്പെടേണ്ട. ഈ വാഗ്ദത്ത വചനത്തെ മുറുകെ പിടിക്കൂ. അതെ, എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ തലമുറയെ ദൈവം നടത്തും. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. അവൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്നായി ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദൈവത്തിൽ ആശ്രയിക്കൂ, ഈ ദൈവത്തെ മുറുകെ പിടിക്കൂ, ഈ ദൈവത്തെ വിശ്വസിക്കൂ. നിന്നെ അവൻ അവസാനത്തോളം നടത്തും. അങ്ങനെ ഭൂമിയിൽ നടത്തുവാൻ ആർക്കും കഴിയുകയില്ല. പക്ഷെങ്കിൽ ജീവിതത്തിന്റെ ഇരിപ്പിൽ, എഴുന്നേൽപ്പിൽ, നിന്റെ കിടപ്പിൽ, നിന്റെ നടപ്പിൽ നിന്നെ നടത്തി സൂക്ഷിച്ച് നടത്തി പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഈ ദൈവത്തിൽ ആശ്രയിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ, അവസാനത്തോളം നടത്തണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ സൂക്ഷയിൽ പാസ്റ്റർ കെ. സാമുവേൽ.